ഇയാളെ നിങ്ങൾ എന്താണ് വിളിക്കാറ്? മിക്ക സ്ഥലത്തും കാട്ടുപോത്ത് വിളിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. ചിലയിടത്ത് കാട്ടി എന്നും കേട്ടിട്ടുണ്ട്. നീലഗിരി ഭാഗത്തെല്ലാം ബൈസൺ എന്നും പിന്നെ തമിഴിൽ കാട്ടെരുമ എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ പോത്തായിട്ടും എരുമയായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ജീവിയാണ് കേട്ടോ ഇത്. ഇനി ഈ കാട്ടിലെ പോത്ത് പോലെ ഇരിക്കുന്ന ജീവിയെ നമ്മൾ മലയാളികൾ പണ്ട് മുതലേ കാട്ടുപോത്ത് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേര് തിരുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെമ്പോത്തിന്റെയും കഴുതപ്പുലയുടെയും നീർനായയുടെയും പിന്നെ പൂമ്പാറ്റയായിട്ടുള്ള നീലക്കടവ് പോലെ പല ജീവികളുടെയും പേര് തിരുത്തേണ്ടി വരും. ഇനി ഇത് പോത്തല്ലാതാവുന്നത് എങ്ങനെയെന്ന് പറയാം. ഈ പോത്തുകൾ അതായത് ബൊഫല്ലകളെ എല്ലാം ബുബാലസ് എന്ന ജനുസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ബോസ് എന്ന ജനുസിലാണ് ഈ കാണുന്ന കാട്ടുപോത്തുള്ളത്. ആ ജനുസിലുള്ളത് പിന്നെ പശുക്കള്, യാക്കുകള്, ബൈസണുകളെല്ലാമാണ്. ബൈസണുകൾ പക്ഷെ ഉള്ളത് വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും എല്ലാമാണ്. പിന്നെ കാട്ടിലുള്ള സാക്ഷാൽ പോത്ത് എന്തായാലും കേരളത്തിലില്ല. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏഷ്യാറ്റിക് വാട്ടർ ബഫല്ലോ എന്ന് പറഞ്ഞ വന്യമായ ഒരു പോത്ത് വർഗം കൂടി ഉണ്ട്. കേരളത്തിലെ കാടുകളിൽ അങ്ങനെ ഒരു പോത്തില്ല എന്നിരിക്കെ കാട്ടിലെ ഈ പോത്തിനെ പോലെ ഇരിക്കുന്ന ജീവിയെ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നത് തെറ്റില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.